ഏപ്രിൽ 14 ശ്രീമാൻ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികമായിരുന്നല്ലോ. അന്ന് താങ്കൾ നടത്തിയ ഒരു സ്പീച്ച് ഞാൻ കേട്ടിരുന്നു. അതോടനുബന്ധിച്ച് നമ്മൾ അനുവിനയ്ക്ക് വേണ്ടി അംബേദ്കർ ആസ് ആൻ ഇക്കണോമിസ്റ്റ്, അംബേദ്കർ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. പക്ഷേ അന്ന് സമയപരിധി മൂലം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ സ്പീച്ചിൽ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു പുനർവായനയുടെ ആവശ്യമുണ്ട്, അംബേദ്കറുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പുനർവായനയുടെ ആവശ്യമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അതെന്താണ്? അതൊന്ന് നമ്മുടെ അനുനയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ച ആ പുനർവായന? ആയിക്കോട്ടെ. അന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഓൾറൗണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഇതിൻ്റെ എല്ലാ ഏരിയയും സമഗ്രമായി ടച്ച് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം ഇത് ചെയ്ത് കാസ്റ്റ് അനിഹിലേഷന് വേണ്ടിയായിരുന്നു. കാസ്റ്റ് പൂർണ്ണമായും ഇല്ലാതാക്കണമായിരുന്നു. അത് അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വേറൊരു ലെവലിലാകുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെ. അതോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞത്, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന്, അദ്ദേഹം ആബ്ജക്റ്റ് പോവർട്ടിയിലാണെന്ന് പറഞ്ഞു. വളരെ ദരിദ്രമായ സാഹചര്യങ്ങളായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ അവിടെ എനിക്കൊരു സംശയം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു സുബേദാർ മേജറായിരുന്നു. അതെ. അപ്പോൾ ഒരു സുബേദാർ മേജറിന് ഒരു കുടുംബം പുലർത്താനായിട്ടൊക്കെ കഴിവുണ്ടാകില്ലേ? ഈവൺ ഒരു ഓർഡിനറി സോൾജർക്ക് പോലും നല്ലവണ്ണം കുടുംബം പുലർത്തുന്ന ഒരു കാലഘട്ടം. പക്ഷെ അന്ന് ആൾക്കാർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് 14 മക്കളുണ്ടായിരുന്നു. പക്ഷെ 14 മക്കള് ഇദ്ദേഹം 14ാമത്തെ മകനാണ്. 14 ഇദ്ദേഹം ജനിക്കുമ്പോഴത്തേക്ക് ഭൂരിഭാഗം പിള്ളേർ മരിച്ചു വരുന്നു. ഒരു 3-4 പേര് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3-4 പേര് അടങ്ങുന്ന ഒരു കുടുംബത്തെ ഒരു സുബേദാർ മേജർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നതിന് ഒരു അസ്വാഭാവികത ഞാൻ കാണുന്നു. അതുപോലെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ ശരിയാണ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനൊക്കെ അത് ഏത് സൊസൈറ്റിയിലായിരുന്നു. അപ്പൊ അതിനകത്തൊരു ബോധപൂർവമായ ഒരു മൂവ് ഇവിടെ നടക്കുന്നത് ഹിന്ദുക്കള് ആണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ ആൾക്കാരെന്നുള്ള ഒരു നറേറ്റീവ്. അതെ. ഇപ്പൊ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നത് ഓരോ പീരീഡ് ഓഫ് ടൈമാണ്. അതെ. ഇപ്പൊ നമ്മളെന്താണ്, നമ്മളെ മനുഷ്യന്താണ് ഹണ്ട് ചെയ്ത് നടന്ന ആൾക്കാരാണ് അല്ലെ. അവിടെ നിന്ന് നമ്മള് ഓരോ മാംസം ചുട്ടു തിന്നു, പിന്നെ പൊരിച്ചു തിന്നു, പിന്നെ നമ്മളങ്ങനെ ഓരോ പടിപടിയായിട്ടാണ് ഇത് റിഫോംഡായി വന്നത്. അതുപോലെ തന്നെ ചിന്താഗതിയിലും അങ്ങനെ തന്നെയാണ്. അത് ഭാരതത്തിൽ മാത്രമല്ല, ഇപ്പോ നമ്മുടെ അടിമ വ്യാപാരം നിലനിന്ന സംസ്കാരമാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും. ബ്രിട്ടനിൽ എപ്പോഴാണ് അടിമ വ്യാപാരം നിർത്തുന്നത്? യൂറോപ്യൻ സംസ്കാരം 1934 ഇംഗ്ലണ്ടിൽ അടിമ വ്യാപാരം നിർത്തലാക്കുന്നത്. അത് പക്ഷെ ഗ്രാജുവലായിട്ട് കുറഞ്ഞു വന്നു. അപ്പോഴാണ് ഒഫീഷ്യലായിട്ട് നിൽക്കുന്നത്. അത് 1934 1834 1865 അമേരിക്കയിൽ അതിന്റെ നിയമം വരുന്നത്. അത് മാത്രമല്ല, ഇവിടെ അങ്ങനൊരു അടിമ വ്യാപാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ അടിമ വ്യാപാരം ഇതിനെക്കുറിച്ച് ബോണ്ടഡ് ലേബറിനെ കുറിച്ച് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ സ്വഭാവത്തിലേ അല്ല. അവിടെ ഇവർ ചെയ്തിരുന്നത് എന്താണ്, ആഫ്രിക്കയിൽ നിന്നുള്ളയൊക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ടെന്ന് നമ്മുടെ കന്നുകാലികളെ വിൽക്കുന്ന പോലെ മാർക്കറ്റിൽ ലേലം വിളിച്ച് വിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഭാരതത്തിലെ മുഗളന്മാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇസ്ലാമിലുള്ള ബോണ്ടർ ഈ അടിമ വ്യാപാരം എന്ന് പറയുന്നത് കൂടുതലും യുദ്ധത്തിൽ പിടിക്കുന്ന ആൾക്കാരെയും അതുപോലെ ആ യുദ്ധത്തിൽ പിടിച്ച ആൾക്കാരിൽ ജനിക്കുന്ന പിള്ളേരെയും അവരെയാണ് അവര് പിന്നെ എന്താ പറയാ അടിമകളാക്കി മാറ്റിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം, ലോക സമൂഹം ഭാരതത്തിന്റെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്നതിനകത്താണ് ഒരു എന്താ പറയാ ഒരു കല്ലുകടി. അപ്പോൾ അതിന് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ അംബേദ്കറുമായിട്ട് കൂട്ടിമുട്ടിക്കുമ്പോഴേ, അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ഭീംറാവു സക്പാൽ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സക്പാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സർനെയിമാണ്. പിന്നെ അത് അമ്പവടേക്കറായി. ഭീംറാവു അമ്പവടേക്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വില്ലേജ് നെയിമാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് എപ്പോഴാണ് അംബേദ്കർ ആവുന്നത്? അദ്ദേഹത്തിന്റെ ഒരു ബ്രാഹ്മിൻ ടീച്ചർ മാധവദേവ് അംബേദ്കർ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സർനെയിം കൊടുക്കുകയാണ്. അഡോപ്റ്റ് ചെയ്തിട്ട്
ഇത് ചെയ്ത് ഇത് വെച്ചോളാൻ പറയുകയാണ്. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നിനക്ക് ഉണ്ടാകരുത് എന്ന് അത് കൊടുത്ത ആരാ? ഒരു ബ്രാഹ്മണാണെന്ന് ആലോചിച്ചു. അപ്പൊ അന്ന് ഈ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ നല്ലവരായ നല്ല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ അവരിൽ കൂടെ തന്നെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരം വളർത്തിയെടുത്തത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരാനുള്ള കാര്യം എന്താണ് അറിയോ? കാരണം അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ ഹൈസ് കാസ്റ്റ് ബ്രാഹ്മിൻസ്, നായേഴ്സ്, അവരാണ് ഇവർക്ക് ഇത് നേടിക്കൊടുത്തത്, ഇതിന്റെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്, അവർക്ക് വേണ്ടി നിലകൊണ്ടത്. അപ്പൊ പിന്നെ അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നല്ലേ? അപ്പൊ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന് അങ്ങനെ ഒരു റിഫോം ചെയ്യാനുള്ള ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. അതിനെ വെറും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പറഞ്ഞിട്ട് ഇത് മുഴുക്കെ ഭയങ്കര നമ്മളാണ് അതിൻ്റെ ആൾക്കാർ, ഹിന്ദുക്കളാണ് അതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് പരത്തുന്ന ഒരു ടെൻഡൻസി ഈ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. അത് ഒന്നും മാറ്റേണ്ട. അതിൻ്റെ വേറൊരു എക്സാമ്പിള്, അദ്ദേഹം പിന്നെ എൽഫിൻസൺ ഹൈസ്കൂളിലും എൽഫിൻസൺ കോളേജിലുമാണ് പഠിച്ചത്, ബോംബെയിൽ. ഈ സ്കൂളും കോളേജും വളരെ ഉന്നത നിലവാരത്തിലുള്ള കോളേജും സ്കൂളുമാണ്. ഇന്നും അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വളരെ വലിയ എലൈറ്റ് ക്ലാസ്സിൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെ അദ്ദേഹം പഠിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റേജിലും ഈ നല്ലവരായ ആൾക്കാരുടെ സപ്പോർട്ടും എൻകറേജ്മെന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടിയത്. ഇവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാനായിട്ട് ബറോഡ മഹാരാജാവ് സിയാജി റാവു ഗേക്വാഡ്, അദ്ദേഹത്തിന്റെ സ്കോളർഷിപ്പിലാണ് അദ്ദേഹം അവിടെ പോയി പഠിച്ചത്. അപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ട് കൊടിവെത്ത് വാണിരുന്നുവെങ്കിൽ ഒരു പിന്നെ താഴെയുള്ള ജാതി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് ഈ സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. അപ്പൊ അത് ഇതിന് കുറച്ചൊരു എക്സാഗറേഷൻ ഇല്ലേ എന്നെനിക്കൊരു സംശയം. ഇതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല, പക്ഷേ ദീസ് ആർ ഓൾ ഫാക്ട്സ്. അതേപോലെ അദ്ദേഹം പിന്നെ പഠിപ്പിച്ചത് എവിടെയാണ്? ഇവിടെ സിഡ്നം കോളേജ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇക്കണോമിക്സിലെ പ്രൊഫസറായിരുന്നു. അവിടെ പഠിപ്പിച്ചത് മുഴുക്കെ മറ്റു കുട്ടികളെയാണ്, മറ്റേ എതിരുകൊണ്ടായിരുന്നു. അപ്പൊ അവിടെ അവർ പഠിച്ചില്ലേ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട്? അതൊന്ന്. പിന്നെ ഈ എല്ലാ സ്റ്റേജിലും അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നമ്മൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ അറ്റയറിൽ കണ്ടു? ഒരിക്കലും ഫുൾ സ്യൂട്ടിലാണ്. അപ്പൊ അപ്പോഴൊന്നും ഇതൊരു ഉണ്ടായിരുന്നില്ലല്ലോ ഈ പറഞ്ഞ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ അദ്ദേഹം ഫ്രീഡം സ്ട്രഗിളിൽ ഉണ്ടായിരുന്നു? ഇല്ല. ഹി വാസ് നെവർ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അദ്ദേഹം രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതായിട്ട്, എന്താണ് ഏറ്റവും ക്ലാസിന്റെ നോമിനി ആയിട്ട് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ അദ്ദേഹം ഏറ്റവും വലിയൊരു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനും ഏറ്റവും വലിയ ദ്രോഹവും എന്ന് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ പറയുന്നത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആണ്. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. കാസ്റ്റിനെ ഇല്ലാതാക്കുക. ഇപ്പൊ നമ്മള് ഒരാളൊരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? പത്രങ്ങളെല്ലാം എഴുതുന്ന എന്താണ്? അദ്ദേഹം ഈ ദളിതൻ മുഖ്യമന്ത്രി, ആദ്യമായി മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ കഴിവല്ല പറയുന്നത്, അതാണ് നമ്മൾ. അപ്പം അന്ന് ഈ കാസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. KG ബാലകൃഷ്ണനോട് ചീഫ് ജസ്റ്റിസ് ആയപ്പോഴത്തേക്ക് സുപ്രീം കോടതി ജസ്റ്റിസ് ആദ്യം എഴുതിയത്, ഇവരെല്ലാം എഴുതിയത് അദ്ദേഹം ദളിതിൽ നിന്നുള്ളത്. അദ്ദേഹം ദളിതനായിരുന്നെങ്കിൽ അദ്ദേഹം ആളെല്ലാം ഒരു വേറെ ലെവലിലാണ് ജീവിച്ചത് മുഴുക്കെ. അതവരെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹം വന്നെന്ന് പറയാം വേണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കർണാടന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. പിന്നെ അദ്ദേഹത്തിന് കാണിച്ച ഏറ്റവും വലിയൊരു അദ്ദേഹത്തിന്റെ ഒരു മൈനസ് പോയിന്റാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു സെപ്പറേറ്റ് ദളിത്സിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി വേണമെന്ന് അദ്ദേഹം വാദിച്ചു. അത് നടന്നിരുന്നെങ്കിൽ ഇവിടുത്തെ സമൂഹം, ഹിന്ദു സമൂഹം ഛിന്നഭിന്നമായി പോകുമായിരുന്നു. അതെന്തുകൊണ്ടോ ഭാഗ്യത്തിന് നെഹ്റു അല്ല, ഗാന്ധിജിക്ക് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് പൂന പാക്റ്റിൽ അദ്ദേഹം അത് സമ്മതിച്ചിട്ട് നമ്മുടെ ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ റിസർവേഷൻ സമ്മതിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും he remains as a great son of Bharat. പക്ഷെ ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഇതിന്റെ ചെറിയ അബറേഷൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രമാണ് ഞാൻ. അതും പറയാൻ ഒരാൾ വേണ്ടേ? അത് തന്നെയാണ് ഞാൻ ചെയ്തത്.